കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അക്കൗണ്ടിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫങ്ഷനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ എന്തൊക്കെയാണ് വരുന്നത്, ഫങ്ഷനിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും പിന്നെ അതിൻ്റെ മീനിങ്ങും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ട് പറയുന്നതിനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ അക്കൗണ്ടിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ്ങിലോട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമ്മളപ്പോൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അക്കൗണ്ടിങ് എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് വന്നിട്ട് ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അക്കൗണ്ടിലൂടെയാണ് പല കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ബിസിനസ്സിൻ്റെ ഫുൾ കൺട്രോൾ തന്നെ അക്കൗണ്ട്സിലാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് അത് ബിസിനസ് അക്കൗണ്ടിങ്ങിൻ്റെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തുവാ, നമ്മൾ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏത് ലാംഗ്വേജിലാണോ ക്ലാസ് എടുക്കുന്നതെന്ന് വെച്ചാൽ അവരത് പറഞ്ഞാണ് മനസ്സിലാക്കി തരുന്നത്. എന്നാലും നമുക്ക് മനസ്സിലാവത്തില്ല എന്തുവാണെന്ന്. അതുപോലെ ബിസിനസ്സിൻ്റെ ഇത് വന്നിട്ട് അക്കൗണ്ടിങ് ആണ് മെയിൻ. അപ്പോൾ അതൊരു ലാംഗ്വേജാണ്. ആ ലാംഗ്വേജിലൂടെയാണ് നമ്മളിപ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ അക്കൗണ്ട്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അതിൽ ഓരോ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യും. ഡെബിറ്റ്, ക്രെഡിറ്റ്, അസറ്റ്, ലയാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, അങ്ങനെ കുറേ നമ്മൾ റെക്കോർഡ് ചെയ്യും. എത്ര പെർസെൻറ്റേജ് GST കട്ട് ചെയ്തു, എങ്ങനെയൊക്കെയാണ് എല്ലാം നമുക്ക് അതിലൂടെയാണ് അറിയാൻ പറ്റുന്നത്. അതിനാണ് നമ്മൾ അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ്, ഒരു ഭാഷയാണ് അക്കൗണ്ടിങ്. ആ ഭാഷയിലൂടെയാണ് നമുക്ക് നമ്മുടെ ബിസിനസ് ഏത് രീതിയിലാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എത്ര വളർച്ചയുണ്ട് എന്നൊക്കെ നമുക്ക് അതിലൂടെയാണ് അറിയാനായിട്ട് പറ്റുന്നത്. നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം. മീനിങ് ഓഫ് ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇന്ന് മീനിങ് ഓഫ് അക്കൗണ്ടിങ് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, summarizing, analyzing and interpreting the financial transaction and communicating the result thereof to the person interested in such information. എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതൊരു ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഐറ്റംസും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു പേന മേടിച്ചാൽ പോലും നമ്മളത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഓരോ സംഗതികളും എന്തൊക്കെ നമ്മൾ കമ്പനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്നു, എന്തൊക്കെ മേടിക്കുന്നു എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതിനാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ക്ലാസിഫൈ എന്ന് വെച്ചാൽ അപ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഏതൊരു സാധനം മേടിക്കുക, പർച്ചേസിൽ തന്നെ പല കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാ നോക്കിയിട്ട് ആ കാറ്റഗറിയിൽ ഇടുക. പിന്നെ സമ്മറൈസിങ്, അതിൻ്റെ ഓരോ ഹെഡുണ്ട്, ഈ ഹെഡിൽ വരും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് അതിടുക. പിന്നെ അനലൈസിങ്, അപ്പോൾ നമ്മൾ ഇത് കമ്പാരിസൺ ചെയ്യും, ഇതാണോ അതാണോ എന്നുള്ളത് നമ്മൾ കമ്പാരിസൺ ചെയ്യും. പിന്നെ ഇൻ്റർപ്രിറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വിശദീകരിക്കുക. ഈ ഓരോ ഇപ്പോൾ നമ്മൾ പേന ഏതാണെങ്കിൽ ആ പേനയുടെ കോസ്റ്റ് എത്രയായി, അതിന് GST അങ്ങനെയൊക്കെ നമ്മൾ വിശദീകരിച്ചാൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഇടുന്നത്. അപ്പോൾ നമ്മളതെല്ലാം വിശദീകരിച്ച് ചെയ്യണം. ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ പൈസയുടെ കാര്യങ്ങൾ, പൈസ വന്നതും പോയതും, ആരെങ്കിലും ഇട്ടതും, ഡെബിറ്റ് ആയതും ക്രെഡിറ്റ് ആയതും, ഇൻകം, എക്സ്പെൻസ് എല്ലാം നമ്മൾ അതിൽ കാണിക്കും. പിന്നെ കമ്മ്യൂണിക്കേറ്റിംഗ്, അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് എന്താ പറയുക, എങ്ങനെയൊക്കെയാണ് പൈസ വരുന്നുണ്ട്, എവിടെയൊക്കെ ലോസ് ആവുന്നുണ്ട്, എവിടെയൊക്കെ പൈസ പോകുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ദ റിസൾട്ട് ദെയർ ഓഫ് ടു ദി പേഴ്സൺസ് ഇൻട്രസ്റ്റ് ഇൻ സച്ച് ഇൻഫോം, അപ്പോഴാണ് നമുക്ക് റിസൾട്ടിൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ, ഏത് കമ്പനി ഏതാ ലോസിലാണോ പ്രോഫിറ്റാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക്. സോ നമ്മൾ ദ റിസൾട്ട് ഓഫ് ദെയർ പേഴ്സൺസ് വന്നിട്ട് അത് നോക്കും, കാൽക്കുലേറ്റ് ചെയ്യും എന്തുവാണെന്ന്, പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നൊക്കെ. അതിനാണ് നമ്മളിത് പറയുന്നത് മീനിങ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ അതർ വേർഡ്സ് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദി റിസൾട്ട്. നേരത്തെ സെയിം പറഞ്ഞ പോലെ തന്നെയാണ് മീനിങ്. ഇതാണ് ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള മീനിങ് ആണ്. സോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത് ഇതാണ്. രണ്ടാമത്തെയാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ and in terms of money transaction and events which are of financial character and in terms and interpreting the result. ഇതാണ് നമുക്ക് ഈസി ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുന്നതും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു മീനിങ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ആൻഡ് അനലൈസസ് ഓഫ് ദി ഡെഫിനീഷൻ ബ്രിങ്സ് ഔട്ട് ദി ഫങ്ഷൻസ് ഓഫ്
അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് നോക്കാം. അതായത് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അനലൈസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ്, കമ്മ്യൂണിക്കേറ്റ്. ഈ 6 ഇതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോന്ന് റെക്കോർഡ് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. പിന്നെ ക്ലാസിഫയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ക്ലാസിഫൈ ചെയ്യും. സമ്മറൈസിങ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഹെഡാണ് നമ്മൾ നോക്കുന്നത്. സമ്മറൈസ്. ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ പൈസയുടെ ആണല്ലോ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ പൈസ വരുന്നതും പോകുന്നതും ഒക്കെ നമ്മൾ കാണിക്കില്ല, അതാണ്. പിന്നെ അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ് എന്ന് വെച്ചാൽ അനലൈസ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പാരിസൺ ചെയ്യും, ഇതാണോ അതാണോ നോക്കിയിട്ട്. ഇൻ്റർപ്രിറ്റേഴ്സ് എന്ന് വെച്ചാൽ വിശദീകരണം, അത് വിശദീകരിച്ച് നമ്മൾ എഴുതുക. ഒരു പേന മേടിച്ചാൽ നമ്മളത് വിശദീകരിച്ച് എഴുതുക, ഇതിങ്ങനെയാണോ അതങ്ങനെയാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ വിശദീകരിച്ച് കൊടുക്കുക. ഓക്കെ. പിന്നെ കമ്മ്യൂണിക്കേറ്റ്, നമ്മൾ കൃത്യമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് അക്കൗണ്ട്സിൽ എന്തോ നടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ, പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ, പൈസ എവിടെ പോകുന്നു, ഇപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്താൽ അതിന് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് കൃത്യമായ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്കത് സാധിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിലാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിയിരുന്നത് ഇന്നത്തെ മീനിങ്ങും ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്ങും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ശരി. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, ഇംഗ്ലീഷ് മാസ്റ്റർ 2024. അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് മോട്ടിവേഷനും പിന്നെ ഗ്രാമറുമാണ്. ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആ ചാനലൊന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ കുറേ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ നിങ്ങൾ എൻ്റെ ഈ ചാനലും കൂടി ആ ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ ചാനലും കൂടി സപ്പോർട്ട് ചെയ്യുക. സോ അപ്പം ഈ 2 ചാനൽ നിങ്ങൾ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. സോ ആർക്കെങ്കിലും യൂസ്ഫുൾ എന്ന് തോന്നിയാൽ നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.